അവരുടെ ടെൻഷനുകളെ നീ ചുമക്കുന്നവനാകണം, അവരുടെ പ്രയാസങ്ങളെ നീ വഹിക്കുന്നവനാകണം, അവരുടെ സങ്കടങ്ങളെ, അതുപോലെ തന്നെ യാതനകളെ, വേദനകളെ, അവർ കടിച്ചമർത്തുന്ന വലിയ വലിയ പരീക്ഷണങ്ങളെ നീ കൂടെ അനുഭവിക്കുന്നവനാകണം. പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് വർത്തിക്കേണ്ട രീതിയെ സംബന്ധിച്ച് മഹാനാകുന്ന സയ്യിദി അലിയുൽ ഖവാസ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നതായി കാണാം. അലൈക ബിർറഹ്മതി ലിൽ മുസ്ലിമീൻ ഇൻ അറദ്ത അൻ തുർഹം. നീ മുസ്ലിമീങ്ങളോട്, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് ഉണ്ടായിരിക്കേണ്ട റഹ്മത്തിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് കാണാം, പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കരുണയും ആർദ്രതയിലുമായി കൊണ്ടായിരിക്കണം. ഇൻ അറദ്ത അൻ തുർഹം, നീ റഹ്മത്ത് നിനക്ക് ലഭിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ആ ഒരു രീതിയെ അവലംബിക്കേണ്ടതുണ്ട്. എന്നിട്ട് പറയുന്നത് കാണാം, വമിനർ റഹ്മതി ലഹും, അവർക്ക് നീ കാരുണ്യം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് കരുണ ഉള്ളവനാകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അൻ തഹ്മില ഹുമൂമഹും, അവരുടെ ടെൻഷനുകളെ നീ ചുമക്കുന്നവനാകണം, അവരുടെ പ്രയാസങ്ങളെ നീ വഹിക്കുന്നവനാകണം, അവരുടെ സങ്കടങ്ങളെ, അതുപോലെ തന്നെ യാതനകളെ, വേദനകളെ, അവർ കടിച്ചമർത്തുന്ന വലിയ വലിയ പരീക്ഷണങ്ങളെ നീ കൂടെ അനുഭവിക്കുന്നവനാകണം. നമ്മിൽ എത്ര പേർക്ക് സുഖമല്ലേ എന്ന ചോദ്യത്തിനപ്പുറത്തേക്ക് അപരൻ്റെ കണ്ണുനീര് തുടയ്ക്കാൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ വിഷമങ്ങൾ അറിഞ്ഞ് അവനു വേണ്ട സഹായ സഹകരണങ്ങൾ ശാരീരികമായും സാമ്പത്തികമായും മാനസികപരമായും ചെയ്തു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കാറുണ്ടോ? അപരൻ്റെ ടെൻഷനിൽ നമുക്കും പങ്കുചേരാൻ കഴിയാറുണ്ടോ? ഒന്നിരുന്ന് ചിന്തിക്കുക. നമ്മുടെ സ്വഭാവ രീതികളെ, നാം മാറിപ്പോയ ആ രീതികളെ നമ്മളൊക്കെ വലിച്ചെറിഞ്ഞ് ഒരു പരസ്പരം വലിയ സ്നേഹമുള്ള വ്യക്തിത്വങ്ങളായി നമ്മളൊക്കെ മാറുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രസ്തുത വിഷയം ആദാബു സുഹ്ബ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു 124-ാമത്തെ സഫഹയിൽ പറയുന്നത്